ഡോക്ടർ ആശാ പിയുടെ കവിതാ സമാഹാരമായ അറ്റക്കാമ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 25-ന് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. പ്രശസ്ത നിരൂപകൻ സജയ് കെ വി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രശസ്ത കവിയായ വീരാൻകുട്ടിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. പി ജാനകി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങും. ഡോക്ടർ സോമൻ കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും. പ്ലാവില ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. 42 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആശാ പിയുടെ പ്രഥമ കവിതാ സമാഹാരം അറ്റക്കാമ ഈ മാസം 25-ന് 3 മണിക്ക് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മടപ്പള്ളി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകൻ പ്രൊഫസർ സജയ് കെ വി, ഡോക്ടർ സോമൻ കടലൂർ, ശ്രീ വീരാൻകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിരുന്ന ശ്രീ പി ജാനകി ടീച്ചർ അവറുകളാണ്. ഇതോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീപക്ഷ കവിതകളൊന്നുമല്ല, ഒരു സാധാരണ സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ പക്ഷേ അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ മനുഷ്യ സഹജമായ കുറേ വികാരങ്ങൾ, അത് ചിലത് യാഥാർത്ഥ്യബോധത്തോടെ എഴുതിയതുണ്ട്, തികച്ചും കാൽപ്പനികമായ കവിതകളുമുണ്ട്, വൃത്തനിബദ്ധമായതുണ്ട്, ഗതിരൂപത്തിലുള്ളതുണ്ട്, 18 വയസ്സ് മുതൽ എഴുതിയ കവിതകളുണ്ട്. അപ്പോൾ ചിലത് വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു പ്രായത്തിൽ എഴുതിയതാണ്. എല്ലാ കവിതകളും അതിൽ 18 വയസ്സ് മുതൽ എഴുതിയതിൽ എനിക്ക് പ്രിയപ്പെട്ട 42 കവിതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. സജയ് സാറിൻ്റെ അവതാരികയാണ് ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു അവതാരിക സജയ് സാർ എഴുതി തന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ സമർപ്പിക്കുന്നത്. കാരണം അവർ എൻ്റെ കാവ്യ ജീവിതം എന്ന് പറയുന്നത് 2ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്, കവിത ചൊല്ലി. അപ്പോൾ മേമുണ്ട സ്കൂളിലെ അതിനുശേഷമുള്ള എല്ലാ വർഷങ്ങളിലും കവിത ചൊല്ലുമായിരുന്നു, കാവ്യകേളി. അപ്പം അങ്ങനെയാണ് കവിത എന്നോട് കൂടെ വന്നത്. കവിതയെ കൂടുതൽ അടുത്തെറിഞ്ഞത് പഠിച്ചതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കവിത എന്നും കൂടെ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.